അതേപോലെ മറ്റൊരു ദിവസവും അവർക്ക് മറക്കാൻ കഴിയില്ല. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12. ആ ദിവസവും അവരെ കൊണ്ട് മറക്കാൻ കഴിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ. കാരണം അന്ന് അവർക്ക് ഒരു സന്തോഷവും തീർത്താൽ തീരാത്തൊരു ദുഃഖവും ഒരുമിച്ച് വന്ന ദിവസമാണ്. കാരണം 2 ആഴ്ചയോളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ സുഖമില്ലാത്ത കിടപ്പിലാണ്. പ്രവാചകൻ അവസാനമായി നമസ്കരിക്കാൻ വന്നത് വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരത്തിനാണ്. വ്യാഴാഴ്ച ഇശാ നമസ്കാരത്തിന് നമസ്കരിക്കാൻ വരാൻ റസൂലുള്ളാഹിക്ക് പറ്റിയിട്ടില്ല. വെള്ളിയാഴ്ചയും റസൂൽ പള്ളിയിൽ വന്നില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, അബോധാവസ്ഥയിലാണ്. ശനിയാഴ്ചയും വന്നില്ല, ഞായറാഴ്ചയും വന്നില്ല, തിങ്കളാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നില്ല. പക്ഷേ തിങ്കളാഴ്ച ദിവസം സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി സഫ് കെട്ടി നിൽക്കുന്ന തന്റെ ഉമ്മത്തിനെ, തന്റെ സഹാബത്തിനെ, തന്റെ അസ്ഹാബുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഒന്ന് നോക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അത് പ്രവാചകന്റെ ജീവിതത്തിലെ ഈ ഭൂമിയിൽ അവസാനത്തെ വഖ്തായിരുന്നു. ആ വഖ്ത് നമസ്കാരം പുഞ്ചിരിയോടെ, നിറപുഞ്ചിരിയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു നിന്നിട്ടുണ്ട്. ആളുകൾ മുഴുവൻ സഫ് കെട്ടി നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിഹ്റാബിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീടിന്റെ കർട്ടൻ നീക്കിക്കൊണ്ട് ആ സഫ് കെട്ടി നിൽക്കുന്ന തന്റെ ഉമ്മത്തിനെ ഒന്ന് നോക്കിയെന്നാണ്. എന്നിട്ട് മനസ്സ് തുറന്ന് പുഞ്ചിരിച്ചു എന്നാണ്. സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന ആ സുന്ദരമായ മുഖം കണ്ട് സ്വഹാബത്തിന്റെ നമസ്കാരം അവതാളത്തിലാവുന്ന അവസ്ഥയിലെത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കർട്ടൻ വിരിമാറിയിട്ടുന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ചിരിക്ക് പല മാനങ്ങൾ ഉണ്ടാവാം. കാരണം ആ സഫ് കെട്ടി നിൽക്കുന്ന സ്വഹാബത്തിന്റെ വിടവില്ലാത്ത വളവില്ലാത്ത സഫ് കാണുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 23 വർഷക്കാലത്തെ പരിശ്രമം പൂവണിഞ്ഞത് കണ്ടിട്ട് അതിന്റെ സന്തോഷം കൊണ്ടായിരിക്കാം ചിരിച്ചിട്ടുണ്ടാവുക. ഒരു കാലത്ത് പരസ്പരം പോരടിച്ചിരുന്ന അറേബ്യയിലെ വലിയൊരു ജനവിഭാഗത്തെ ഒരു സഫിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർത്ത്, പാദത്തോട് പാദം ചേർത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 10,000 ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ച ആ മനുഷ്യ മനസ്സുകളെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞ 23 വർഷക്കാലത്തെ 2.5 ദശകത്തിന്റെ തന്റെ പ്രവർത്തനം പൂവണിഞ്ഞ് ആ സന്തോഷത്തിലായിരിക്കാം ഒരുപക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചത്. പക്ഷേ സ്വഹാബത്തിന്റെ നെഞ്ഞിടിപ്പ് കൂടായിരുന്നു സുബ്ഹിക്ക്. കാരണം അവരെല്ലാവരും വിചാരിച്ചു റസൂലിന്റെ അസുഖം മുഴുവനും ഭേദമായി, ഇൻഷാ അല്ലാഹ് ളുഹർ നമസ്കാരത്തിന് ഇനിയും ഞങ്ങളുടെ പ്രവാചകന്റെ കൂടെ ആ പ്രവാചകന്റെ പിറകിൽ നിന്ന് നമസ്കരിക്കുന്ന അനുഭൂതി നുകരാനുള്ള അവസരം ഇനിയും തങ്ങൾക്ക് ലഭിക്കും എന്ന ആശയോടെ ആ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം പുഞ്ചിരിച്ചുകൊണ്ടാണ് സഹാബികൾ അവിടുന്ന് പിരിഞ്ഞുപോയത്. റസൂലുള്ളാഹിന്റെ രോഗം കാരണം എവിടെയും പോകാതെ ആ മദീന പട്ടണത്തിൽ പ്രവാചകന്റെ വീടിന്റെ ചുറ്റിലും ആ ചാരത്ത് തന്നെ ഉണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 2 ആഴ്ച എവിടെയും പോയിട്ടില്ല. പക്ഷേ ഈ വിരിമാറ്റിക്കൊണ്ട് പ്രവാചകന്റെ പുഞ്ചിരി കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വിചാരിച്ചു പ്രവാചകന് ഭേദമായി, ളുഹർ നമസ്കാരത്തിന് പ്രവാചകന്റെ കൂടെ നമസ്കരിക്കാമെന്നൊരു ആശയും ആഗ്രഹവും അബൂബക്കർ സിദ്ദീഖിന്റെ മനസ്സിലും വന്നുപോയി. അദ്ദേഹം ആ ആശ്വാസത്തിൽ അദ്ദേഹം മദീനയിൽ നിന്ന് കുറച്ചപ്പുറത്തുള്ള തന്റെ മറ്റൊരു ഭാര്യയുടെ അടുത്തേക്ക് പോയി. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ദുഹാ നമസ്കാരത്തിന്റെ സമയത്ത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടക്കുന്നത്, ഈ ലോകത്തിന് ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തെ, നിങ്ങൾക്ക് എന്ത് മുസീബത്ത് ഉണ്ടാകുമ്പോഴും, നിങ്ങൾക്ക് എന്ത് ബലാ ഉണ്ടാകുമ്പോഴും, നിങ്ങൾക്ക് എന്ത് ഫിത്ന ഉണ്ടാകുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക, അതെന്റെ മരണമാണ്, എന്റെ മരണ ദിവസമാണ്. അതിനേക്കാൾ വലിയൊരു ഫിത്ന നിങ്ങൾക്ക് വരാനില്ല, അതിനേക്കാൾ വലിയൊരു മുസീബത്ത് നിങ്ങൾക്ക് വരാനില്ല, അതിനേക്കാൾ വലിയൊരു ബലാ നിങ്ങൾക്ക് വരാനില്ല. അതുകൊണ്ട് എന്റെ മരണത്തെ നിങ്ങൾ ഓർത്താ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നമസ്കാരത്തോട് എടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അവിടുന്ന് ഉപദേശിച്ചു, വസിയത്ത് നൽകി, നമസ്കാരത്തിന് വസിയത്ത് നൽകി. തന്റെ പ്രിയപ്പെട്ട മകളെ തന്റെ ചാരത്തേക്ക് വിളിച്ചു, ഉപദേശങ്ങൾ നൽകി. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂൽ പറഞ്ഞു, ബാപ്പ മരിക്കാൻ പോവാണ് മോളെ. റസൂലുള്ളാഹിന്റെ വേദന കണ്ടിട്ട് ഫാത്തിമയുടെ ഹൃദയം തകർന്നു. എന്റെ അബക്കെന്ത് വേദനയാണ്, എന്റെ ബാപ്പാക്ക് എന്ത് വേദനയാണ്. റസൂൽ പറഞ്ഞു കൊടുത്തു, മോളെ ഇന്നത്തെ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പ ഒരിക്കലും വേദനിക്കില്ല, ഒരിക്കലും പ്രയാസപ്പെടില്ല. ആ മരണത്തിന്റെ വാർത്ത സന്ദേശം ഫാത്തിമ കേട്ടപ്പോ അവര് പൊട്ടിക്കരഞ്ഞു പോയി. രണ്ടാമത് റസൂൽ പറഞ്ഞു, മോളെ ഈ ദുനിയാവിൽ എനിക്ക് ശേഷം ആദ്യമായി എന്നെ പിന്തുടർന്നു വരിക നീ ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോ അവർ പൊട്ടിച്ചിരിച്ചു. എന്നാൽ 7ഓളം മക്കളുടെ പിതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാസിമിന്റെ, അബ്ദുള്ളയുടെ, ഇബ്രാഹിമിന്റെ, ഉമ്മു കുൽസുവിന്റെ, റുഖയ്യയുടെ, ഇങ്ങനെ സൈനബിന്റെ, ഫാത്തിമയുടെ 7ഓളം മക്കളുടെ പിതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ പ്രവാചകൻ മരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ ചാരത്തുള്ളത് ഒരേ ഒരു മകൾ മാത്രമാണ്. ആ മകളോട് റസൂലുള്ള പറയാണ്,
ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ആദ്യമായി പിന്തുടർന്ന് വരിക നീ ആയിരിക്കുമോളെ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ പേടിച്ചില്ല, ഭയന്നില്ല. എന്റെ പിതാവിന്റെ വഴിയെ സഞ്ചരിക്കാൻ എനിക്ക് മാസങ്ങളും ദിവസങ്ങളും മാത്രമാണെന്ന് മനസ്സിലാക്കിയ ഫാത്തിമ റളിയല്ലാഹു അൻഹ സന്തോഷത്തോടെ ചിരിച്ചു എന്നതാണ്. ദുഹാ നമസ്കാരത്തോടെടുക്കുമ്പോൾ ദുഹയുടെ സമയമാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന കഠിനമായി 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 അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാറിടത്തിൽ നിന്നും അടിയിലേക്ക് ഊർന്നു വീണ് അവസാനമായി പ്രവാചകന്റെ വീട്ടിലേക്ക് വന്ന് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് മിസ്വാക്ക് വാങ്ങാൻ ആവശ്യപ്പെട്ടു. ആ മിസ്വാക്ക് ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വായിലിട്ട് ചവച്ച് പദം വരുത്തി റസൂലുള്ളാഹിക്ക് അവസാനമായി ദന്തശുദ്ധി വരുത്തി കൊടുത്ത് വുളൂ ചെയ്തു കൊടുത്ത് മരണവുമായി മല്ലിടുമ്പോൾ റസൂൽ പറയാണ്, യാ ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാത്ത്, ഇന്നലിൽ മൗതി ലസക്കറാത്ത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് കണ്ണുകളുടെ കൃഷ്ണമണികൾ മേൽപോട്ടുയർന്ന് കൈവിരലുകൾ മേൽപോട്ടുയർത്തി ഇലർ റഫീഖിൽ അലാ, ഇലർ റഫീഖിൽ അലാ, അല്ലാഹുമ്മ ഗ്ഫിർ ലി വർഹംനി വഗ്ഫിർ ലി വർഹംനി വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറയുകയാണ്. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കണ്ടു നിന്നവർക്ക്. ആ പ്രവാചകന്റെ തലമടിയിൽ വെച്ച് കിടക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഉമ്മഹാത്തുൽ മുഅ്മിനീനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പല രീതിയിലാണ് സ്വഹാബത്ത് പ്രതികരിച്ചത്. അവിടെ നിയന്ത്രണം വിട്ടവരുണ്ട്, ബോധം കെട്ടുപോയവരുണ്ട്, പൊട്ടിക്കരഞ്ഞവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. പല രൂപത്തിലാണ് സ്വഹാബികൾ പ്രതികരിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചില്ല പ്രവാചകൻ മരിച്ചു എന്ന്. ആരെങ്കിലും പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ എന്ന ഭീഷണി മുഴക്കി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാർത്ത കേട്ട് ഹൃദയം തകർന്ന് തരിപ്പണമായി വേദനയോടെ പക്വതയുടെ അങ്ങേയറ്റമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിലെത്തി. അബൂബക്കർ സിദ്ദീഖിന് മനസ്സിലായി ഇത് റസൂലുള്ളാഹിന്റെ വഫാത്താണ്, ഇത് റസൂലുള്ളാഹിന്റെ വിയോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കയറി. എന്നിട്ട് ആ മുഖത്ത് നിന്ന് തുണി മാറ്റിക്കൊണ്ട് വിറയാർന്ന ചുണ്ടുകളായി പ്രവാചകന്റെ നെറ്റിയിലേക്ക് ചുംബനമർപ്പിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു അങ്ങയെ 2 തവണ മരിപ്പിക്കില്ല. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് ഉറക്കെ പാരായണം ചെയ്തു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. അല്ലാഹുവിന്റെ റസൂലിന്റെ മരണത്തിന്റെ വാർത്ത വിശ്വസിക്കാത്ത സ്വഹാബത്തിന്റെ കർണപുടങ്ങളിലേക്ക് ഒരു ഇടിനാദം പോലെ മിന്നർപ്പിളർപ്പ് പോലെ അബൂബക്കർ സിദ്ദീഖിന്റെ വാക്കുകൾ ചെന്നിടിച്ചു. കേട്ടവർ തകർന്ന് തരിപ്പണമായി. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കാലുകളുടെ ബലം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എന്റെ കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി. എന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറി. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഞങ്ങളുമായി വിട പറഞ്ഞല്ലോ എന്ന വാർത്ത എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം നടക്കുന്നത് ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-നാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ഉമ്മഹാത്തുൽ മുഅ്മിനീനും സഹിക്കാൻ കഴിയാത്ത സങ്കടത്തിന്റെ സാഗരം ഹൃദയത്തിന്റെ അകത്ത് കടിച്ചു പിടിച്ച് തള്ളി വെക്കിയ ആ ചരിത്രത്തിലെ കറുത്ത ദിവസം, മദീനയിലെ കരയാത്ത കണ്ണുകളൊന്നു പോലും ഇല്ലാതിരുന്ന ആ ചരിത്രത്തിലെ കറുത്ത ദിവസം, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്റെ ദിവസം, കേരളക്കരയിൽ മൗലിദാഘോഷത്തിന്റെ ദിവസമാണത്, ബിരിയാണി വെക്കുന്ന ദിവസമാണത്, നെയ്ച്ചോറ് വെക്കുന്ന ദിവസമാണത്, നാട് മുഴുവൻ കോഴിയിറച്ചിയുടെയും പോത്തിറച്ചിയുടെയും മണം പരക്കുന്ന ദിവസമാണത്, തോരണം കെട്ടുന്ന, ഘോഷയാത്ര നടത്തുന്ന, മൈക്ക് കെട്ടി ഉച്ചത്തിൽ പാട്ടുപാടുന്ന ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും തിമിർപ്പിന്റെയും ദിവസമാണ് റബീഉൽ അവ്വൽ 12. ആ റബീഉൽ അവ്വൽ 12 ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അദുവല്ലാഹി ശൈത്താൻ, അല്ലാഹുവിന്റെ ശത്രു ശൈത്താൻ മാത്രമാണ്. വിശ്വാസത്തിന്റെ 100 മനസ്സിലുണ്ടായിരുന്ന ഒറ്റ മനുഷ്യൻ പോലും അന്ന് സന്തോഷിച്ചിട്ടില്ല. ഇത് ബിദ്അത്തിന്റെ ഒരു സ്വഭാവമാണ്. വസ്തുതകളെ മുഴുവനും മറന്ന്, വസ്തുതകളെ മുഴുവനും മാറ്റിവെച്ച്, പ്രിയപ്പെട്ടവരെ, ആ മാസം എത്തിയാലാണ് മങ്കൂസ് മൗലൂദ് അങ്ങോട്ട് പാടാൻ തുടങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഉള്ളതും ഇല്ലാത്തതുമായ കള്ളക്കഥകളും ഇല്ലാക്കഥകളും ശിർക്കടങ്ങുന്ന വരികളും അടങ്ങിയ ഈ മങ്കൂസ് മൗലൂദുകൾ വ്യാപകമായി പള്ളി മിമ്പറുകളിൽ നിന്നും മിനാരങ്ങളിൽ നിന്നും മുഴങ്ങി കേൾക്കുക ഈ റബീഉൽ അവ്വൽ ദിവസമായാലാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതിൽ ആശയങ്ങളും ആദർശങ്ങളുമുണ്ട്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനോട് പറഞ്ഞു, നിങ്ങൾ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റുകൾ പുറത്തു തരാൻ ലോകത്തിന്റെ രക്ഷിതാവ് തയ്യാറാണ്. ആ
ആ രക്ഷിതാവിന്റെ അടുത്തേക്ക് നിങ്ങളൊന്ന് പോയാൽ മതി. 100 പേരെ കൊന്ന മനുഷ്യൻ അല്ലാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട്. എത്രയോ പാപങ്ങൾ ചെയ്ത ആൾക്ക് അല്ലാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട്. ഉഹുദിന്റെ രണഭൂമിയിൽ കുതിരപ്പടയാളികളുമായി ജബലുർ റുമാത്തിലൂടെ ഇരച്ചു കയറി 71ഓളം സ്വഹാബികളെ കൊന്നുകളഞ്ഞ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടൽമാലയും കരളും പറിച്ചെടുത്ത വഹ്ഷിക്കും ഹിന്ദിനും റളിയല്ലാഹു അൻഹുമ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. ഉഹുദിന്റെ രണഭൂമിയിൽ ഈ സ്വഹാബത്തിന്റെ മരണത്തിന് കാരണക്കാരനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ റബ്ബിന്റെ പ്രവിശാലമായ പശ്ചാത്താപത്തിന്റെ വാതായനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ റസൂലുള്ളാഹിന്റെ പേരിൽ നടത്തപ്പെടുന്ന മൗലിദാഘോഷങ്ങളിൽ മുഴങ്ങി കേൾക്കുന്ന പ്രശസ്തമായ വരി എന്താണ് നമുക്കറിയാം. ആളുകൾ പാടുകയാണ് ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപമെന്ന വാഹനമിൽ അറ്റമില്ലാതെ ഞാൻ കയറിയിരിക്കുകയാണ് നബിയേ. അതുകൊണ്ട് അങ്ങയോട് ഞാൻ അന്യായം ബോധിപ്പിക്കുകയാണ്. എന്റെ പാപത്തെ കുറിച്ച് ഞാൻ അങ്ങയോട് പരാതി പറയുകയാണ്. എന്റെ കൈ പിടിക്കണേ നബിയേ, എനിക്ക് പുറത്തു തരണേ നബിയേ, എനിക്ക് പശ്ചാത്താപം നൽകണേ നബിയേ എന്ന് ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുന്നിൽ പറയാൻ പഠിപ്പിച്ച വാക്കുകൾ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച വാക്കുകൾ. അതാ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിനോട് തന്നെ പറയുന്ന ഖേദകരമായ ദാരുണമായ കാഴ്ചയാണ് റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക. അവിടെയും അവസാനിച്ചില്ല, എണ്ണമറ്റ കണക്കില്ലാത്ത മാല മൗലിദുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മുഹയ്യിദ്ദീൻ മാല. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനേക്കാൾ ഈ കർണാടകയിലെയും കേരളത്തിലെയും മുസ്ലിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിന്റെ പേര് പറയുന്നതിനേക്കാൾ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വിളിച്ചു പോകുന്ന പേരെന്താണെന്നറിയുമോ? യാ ഗൗസ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഈ പേരാണ് ഏറ്റവും കൂടുതൽ മുഴങ്ങി കേൾക്കുക. പ്രിയപ്പെട്ടവരെ, ആരാണ് മുഹയ്യിദ്ദീൻ ഷേഖ്? അദ്ദേഹം ഒരിക്കലും ഒരു മോശക്കാരനായിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും ഒരു ബിദ്അയായിരുന്നില്ല. പച്ചയായ തൗഹീദിന്റെ വചനങ്ങൾ തന്റെ ഗ്രന്ഥങ്ങളിലൂടെ എഴുതി വെച്ചിട്ട് ഈ ലോകത്തിന് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്ത ഉന്നതനായ മനുഷ്യനായിരുന്നു മഹാനായ മുഹയ്യിദ്ദീൻ ഷേഖ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ പേരിൽ പിന്നീട് വന്ന ആളുകളാണ് ഇല്ലാ കഥകൾ എഴുതി വെച്ചത്. എന്തൊക്കെയാണ് എഴുതി വെച്ചത്? അദ്ദേഹം പറഞ്ഞതായിട്ട് പറയുകയാണ്: വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതുത്തീരം നൽകും ഞാൻ എന്നോവർ. ഈ ലോകത്ത് എവിടെ വെച്ച് വിളിച്ചാലും, എവിടെ നിന്ന് വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും ആ വിളിക്കെല്ലാം ഉത്തരം നൽകാൻ എനിക്ക് കഴിവുണ്ട് എന്ന് മുഹയ്യിദ്ദീൻ ഷേഖ് റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാന്റെ സിഫത്ത് എന്താണ്? ഈ ലോകത്ത് മരുഭൂമിയിൽ വെച്ച് വിളിച്ചാലും, ഈ ലോകത്ത് കടലിൽ വെച്ച് വിളിച്ചാലും, കാട്ടിൽ വെച്ച് വിളിച്ചാലും, നാട്ടിൽ വെച്ച് വിളിച്ചാലും, ഏതവസ്ഥയിൽ വെച്ച് വിളിച്ചാലും, മാമലകളുടെ ശിഖരത്തിൽ വെച്ച് വിളിച്ചാലും, ഏത് ഭാഷയിൽ വിളിച്ചാലും, ഏത് ആവശ്യത്തിൽ വിളിച്ചാലും ആ ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റി തരാൻ ആ വിളിക്കുന്ന വിളിയാളന്റെ ഹൃദയത്തിന്റെ വികാരം പോലും അറിയുന്ന രക്ഷിതാവ് അത് അല്ലാഹു മാത്രമാണ്. അത് പടച്ച റബ്ബ് മാത്രമാണ്. എന്റെ മുന്നേ സംസാരിച്ച സഹോദരൻ പറഞ്ഞു വെച്ച ആയത്തില്ലേ, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. എന്നെ കുറിച്ച് എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ നബിയെ പറയുക, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ സമീപസ്ഥനാണ്. അമ്മ യുജീബുൽ മുൽതറ ഇദാ ദആ ഫയക്ഷിഫു സൂ വയജഅലു ലക്കും ഖുലഫാഅൽ ഇലാഹും മഅല്ലാഹ്. വേദനിക്കുന്നൊരുവൻ വേദനിച്ചുകൊണ്ട് വിളിക്കുമ്പോ ആ വിളിക്കുത്തരം നൽകുന്നവൻ ആരാണ്? ആ തേട്ടത്തിന് ഉത്തരം നൽകുന്നവൻ ആരാണ്? NRC ഉണ്ടാകുമ്പോ, NPR ഉണ്ടാകുമ്പോ, കൊറോണ വൈറസ് ഉണ്ടാകുമ്പോ, COVID-19 ഉണ്ടാകുമ്പോ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ കിടന്നുഴലുന്ന സമയത്ത് ഒരു മുസ്ലിം വിളിക്കേണ്ടത് ആരെയാണ്? നാരിയത്തു സ്വലാത്തല്ല ചെല്ലേണ്ടത്, ഉറുക്കല്ല കെട്ടേണ്ടത്, മറിച്ച് അവൻ വിളിക്കേണ്ടത് ആരെയാണ്? അമ്മ യുജീബുൽ മുൽതറ ഇദാ ദആ, അമ്മ യുജീബുൽ മുൽതറ ഇദാ ദആ. ദുർബാധിച്ചൊരുത്തൻ, പ്രയാസം ബാധിച്ചൊരുത്തൻ ആ പ്രയാസത്തോടുകൂടി വിളിക്കുമ്പോ അവന്റെ വിളിക്കുത്തരം നൽകുന്നവൻ ഞാനല്ലാതെ മറ്റാരാണ്? എന്നിട്ട് അവന്റെ പ്രയാസം മാറ്റിക്കൊടുക്കുന്നവൻ ഞാനല്ലാതെ മറ്റാരാണ്? ഇലാഹും അല്ലാഹ്,
ഞാനല്ലാതെ എന്റെ കൂടെ മറ്റു ഇലാഹുകൾ നിങ്ങൾക്കുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ മൊയ്‌ദി ശൈഖ് പറഞ്ഞതായി പറയുന്നത് നമുക്ക് കാണാം. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. കണ്ണാടി ചില്ലുകൾക്കകത്തുള്ള വസ്തുക്കളെ എത്ര തെളിമയോടുകൂടി കാണുമോ അത്രയും തെളിമയോടുകൂടി നിങ്ങളുടെ ഹൃദയങ്ങളെ എനിക്ക് കാണാൻ കഴിയുമെന്ന് മഹാനായ മുഈദ്ദീൻ ശൈഖ് റഹിമഹുല്ല പറഞ്ഞു എന്ന പച്ചക്കളവ് പറയുകയാണ്. ആരുടെ സിഫത്താണത്? വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാമാണ് മനുഷ്യനെ പഠിച്ചത്. അവന്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ അറിയുന്നവൻ നാമാണ്. അവന്റെ മനസ്സിന്റെ വേദനകളും നൊമ്പരങ്ങളും അറിയുന്നവൻ ഞാൻ മാത്രമാണെന്ന് പഠിച്ച റബ്ബ് പറയുകയാണ്. അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കുചേർക്കുന്ന, അള്ളാഹുവിനോട് മാത്രം പറയേണ്ട കാര്യങ്ങൾ ഔലിയാക്കളെ വിളിച്ചും അമ്പിയാക്കളെ വിളിച്ചും പറയുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഈ മാല മൗലിദുകളിൽ കാണാൻ കഴിയുമെന്ന് പ്രിയപ്പെട്ടവരെ. അത് തന്നെയാണ് ഈ മാല മൗലിദിലെ ഏറ്റവും വലിയ പ്രയാസമെന്ന് നാം മനസ്സിലാക്കുക, ഏറ്റവും വലിയ പ്രശ്നമെന്ന് നാം മനസ്സിലാക്കുക. അവിടെയും അവസാനിച്ചില്ല. ഈ മാല മൗലിദുകളെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? പല മാല മൗലിദികളിലും മൗലിദ് പുറയുണ്ട് കേട്ടോ, ഒന്നും രണ്ടൊന്നല്ല. ജാല മുഹമ്മദ് എന്നിട്ടൊരു മൗലിദ് ഉണ്ട്. ജാല മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണ്ടാക്കിയ ഒരു മൗലിദ്. ആ മൗലിദിൽ പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ ജഅല മുഹമ്മദൻ സബബൻ ലികുല്ലി മൗജൂദ്. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും കാരണമായി മുഹമ്മദ് നബിയെ ഉണ്ടാക്കിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇത് ഈ ലോകത്ത് ആ ഒരു മൗലിദിന്റെ തുടക്കത്തിലല്ലാതെ വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റൂല, വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റൂല. അവിടെ അത് ആ മൗലിദിൽ പറയുന്ന ഒരു സംഗതിയാണ്. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് വിശദീകരിച്ചിട്ടെ ഇതിലെന്താ വസ്തുത എന്നറിയോ? പലപ്പോഴും ഈ മൗലിദ് കിതാബുകൾ നമ്മൾ വായിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള മൗലിദുകൾ നമ്മൾ വായിക്കുമ്പോൾ, വലിയ അഡ്രസ് ഒന്നും ഇല്ലാത്ത മൗലിദുകൾ വായിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നറിയോ? പച്ചക്ക് പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇത് എഴുതിയ ആളുകൾക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നോ, അല്ല വല്ല ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണോ ഇത് എഴുതിയതെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രത്തോളം ഇസ്ലാമിന്റെ ബാലപാഠങ്ങളെ കുറിച്ച് പോലും ഒരു ഐഡിയ ഇല്ലാത്ത മനുഷ്യന്മാരുടെ എഴുതി വെച്ചാൽ നമുക്ക് തോന്നിപ്പോകും. അതിൽ പറയുന്ന റസൂലുള്ളാഹിന്റെ ഒരു കറാമത്ത് എന്താ അറിയോ? സുബ്ഹാനല്ലാഹ്, ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് റസൂലുള്ളാഹിന്റെ ഒരു മുഅ്ജിസത്ത് പറയാൻ. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് വാരി എറിഞ്ഞല്ലോ. പ്രവാചകൻ അള്ളാഹിന്റെ കൽപ്പന പ്രകാരം വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ, പരിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ടു വന്നൊരു സംഗതിയാണ്. റസൂലുള്ളാഹി മണ്ണ് വാരി എറിഞ്ഞു. ആ മണ്ണിന്റെ ഓരോ തരികളും അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ കണ്ണുകളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഈ മണ്ണങ്ങോട്ട് വാരി എറിഞ്ഞപ്പോ 12,000 കാഫിരീങ്ങള് പേടിച്ചോടിയെന്നാണ്. ബദർ യുദ്ധത്തിൽ ആകെത്ര ആളാ പങ്കെടുത്ത്? ഇതൊക്കെ നിഷേധിച്ചാൽ ഈ മൗലിദ് ഗ്രന്ഥങ്ങൾ തുറന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂട്ടോ. ഇതൊക്കെ നിഷേധിക്കുകയാണെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ തുറന്നിട്ട് ഇതാണ് നിങ്ങളെ പാടി പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കാഫിരീങ്ങള്? 12,000 കാഫിരീങ്ങള് പിന്തിരിഞ്ഞോടിയെന്നാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. 300 ചില്ലാനം ആളുകൾ മുസ്ലിങ്ങളുടെ പക്ഷത്തും 1000 ചില്ലാനം 1000-ഓളം വരുന്ന ആളുകൾ മുശ്രിക്കുകളുടെ പക്ഷത്താണ് ആകെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത്. മൊത്തം കണക്കൂട്ടിയാൽ 2000 തികയൂല. അവിടെയാണ് റസൂലുള്ള മണ്ണിങ്ങോട്ട് വാരി എറിഞ്ഞപ്പോ 12,000 കാഫിര്യങ്ങൾ പേടിച്ചോടി. നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റാന്നറിയോ? ബദർ യുദ്ധത്തെ കുറിച്ച് പോലുമുള്ള ബാലപാഠങ്ങൾ ഇത് എഴുതി വെച്ച ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. അവിടെയും അവസാനിച്ചില്ല. അവിടെ ഫാത്തിമ മൗലൂദ് എന്ന് പറഞ്ഞൊരു മൗലൂദ് ഉണ്ട്. അധികം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതൊക്കെ ഇവരെ സമസ്ത അംഗീകരിക്കുന്ന മൗലിദുകളാണ്. ഈ ഫാത്തിമ മൗലിദിൽ ഒരു കഥ പറയുന്നുണ്ട്. എന്താണ് കഥ എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്ര പോയല്ലോ. മിഅ്റാജ് യാത്ര പോയപ്പോ ഖദീജ റളിയല്ലാഹു അൻഹക്ക് ഉണ്ടാക്കി വെച്ച ഒരു വീട് സ്വർഗത്തിൽ കണ്ടു എന്നാണ്. ആർക്കുണ്ടാക്കി വെച്ച? ഖദീജ റളിയല്ലാഹു അൻഹക്ക് ഉണ്ടാക്കി വെച്ച ഒരു വീട് സ്വർഗത്തിൽ കണ്ടു എന്നാണ്. റസൂൽ ഏത് പ്രായത്തിലാണ് മിഅ്റാജിന് പോണത്? ഏത് പ്രായത്തിലാ? 51-ാമത്തെ വയസ്സിൽ. 51-ാമത്തെ വയസ്സിലാണ് മിഅ്റാജിന് പോണത്. അങ്ങനെ ഈ സ്വർഗത്തിലെത്തി ഖദീജ ബീവിയുടെ വീട് കണ്ടു. ആ വീടിന്റെ പുറത്ത് നല്ലൊരു മരമുണ്ട്. ആ മരത്തിൽ ഒരു ആപ്പിൾ ഉണ്ട്. ജിബ്രീൽ പറഞ്ഞു ആ ആപ്പിൾ അങ്ങോട്ട് പറിച്ച് തിന്നളാ. അപ്പൊ റസൂൽ ആ ആപ്പിൾ പറിച്ചു, അങ്ങോട്ട് തിന്നു, കഴിച്ചു, ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ജിബ്രീൽ പറഞ്ഞു നല്ലൊരു കുട്ടി അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ ആശംസിക്കുകയും ചെയ്തു. അങ്ങനെ അതാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നാണ്. അങ്ങനെ ഈ റസൂൽ തിരിച്ചു വന്നു. ഖദീജ ബീവിയുടെ കൂടെ ജീവിച്ചു. ഖദീജ ബീവി ഗർഭം ധരിച്ചപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചപ്പോ ഖദീജ ബീവിക്ക് സ്വർഗത്തിന്റെ മണം ഉണ്ടായിരുന്നു എന്നാണ്. എങ്ങനെയാണ് ആ മണം എന്നൊന്നും ചോദിക്കരുത്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രസവിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹക്കാണ് പിന്നെ ആ സ്വർഗത്തിന്റെ മണം. എപ്പോഴാണ് ഇതേ മൗലിദ് ഗ്രന്ഥത്തിൽ എപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്നതെന്നല്ലേ?
നുബുവത്തിന്റെ 5 വർഷം മുമ്പ്. ഇത് പ്രിയപ്പെട്ടവരെ, ഇത് പച്ചക്ക് ഫാത്തിമ മൗലൂദിലുള്ള സംഗതിയാണ്, ഞാൻ ഇല്ലാതൊന്നല്ല പറയണത്. എത്രമാത്രം വസ്തുതാ വിരുദ്ധമാണ് ഇതിലുള്ള കാര്യം. ഇത് എഴുതുന്ന ആളുകൾക്ക്, പാടുന്ന ആളുകൾക്ക്, ചൊല്ലുന്ന ആളുകൾക്ക് അറിയണ്ടേ ഇതിലെന്താ പറഞ്ഞത്. 51-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോകുന്നത്? മിറാജിന് പോണത്. അവിടെ പോയിട്ടാണ് സ്വർഗത്തിന്റെ പുറത്തുള്ള ആ ഒരു മരത്ത് നിന്ന് എന്ത് കഴിക്കുന്നത്? ആപ്പിൾ പറിച്ച് കഴിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് തിരിച്ചു 51-ാമത്തെ വയസ്സ് കണ്ട് തിരിച്ചു വന്നിട്ടാണ് ഖദീജ റളിയല്ലാഹു ഗർഭം ധരിക്കുന്നതെന്ന് ഇതേ മൗലിദിൽ പറയുന്നത്. എന്നിട്ട് ഇതേ മൗലിദിൽ എല്ലാം കഴിഞ്ഞ് അവസാനം പറയാണ്, റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ 5 കൊല്ലം മുമ്പാണ് ഫാത്തിമ റളിയല്ലാഹു ഉണ്ടായത്. എങ്ങനെയുണ്ട്? ഇങ്ങനെയുള്ള കഥകളാണ് പ്രിയപ്പെട്ടവരെ. അതിൽ കൂടുതലായി അവിടെയും തീർന്നില്ല കേട്ടോ. ആദം നബി അലൈഹി സ്വലാത്ത്, ഇതേ മൗലിദിലുണ്ട് വേറൊരു സംഗതി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു, ഹവ്വാ ബീവിയെയും സൃഷ്ടിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെയും കൊണ്ട് ഇങ്ങനെ നടക്കാണ്, സ്വർഗത്തിൽ അങ്ങനെ നടക്കാൻ. അങ്ങനെ നടക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു വലിയ സ്വർണത്തിന്റെ കൊട്ടാരം. കേൾക്കാൻ ഭയങ്കര രസമാണ്, ഉറക്കം വരില്ല, അമ്മാതിരി കഥകളാണ്. സ്വർണത്തിന്റെ വലിയൊരു കൊട്ടാരം. ആ കൊട്ടാരത്തില് അങ്ങോട്ട്, ആ കൊട്ടാരം ആർതാണെന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, അത് ഫാത്തിമയുടേതാണ്. അപ്പൊ ഫാത്തിമ ആരാണെന്ന് അറിയില്ല. അങ്ങനെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കയറിയപ്പോ മരതകത്തിന്റെ ഒരു പലകയിൽ ഒരു സ്ത്രീയുടെ ചിത്രം, ഒരു പെൺകുട്ടിയുടെ ചിത്രമുണ്ട്, ഒരു ചിത്രം എന്നാണ്. അപ്പൊ ആ ഫോട്ടോ കണ്ടപ്പോ ആ ഫോട്ടോയിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടോന്നല്ല കേട്ടോ, പിന്നെ കിരീടം ഉണ്ട് തലക്ക്. കിരീടം തന്നെ നിങ്ങൾ പറയാ, വലിയൊരു കിരീടമുണ്ട്, പിന്നെ വലിയൊരു മാലുണ്ട്, പിന്നെ 2 കമ്മലും ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഫോട്ടോയിൽ നിൽക്കുന്നത്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദം നബിക്കും ഹവ്വാ ബീവിക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാരാണെന്നറിയോ? ഇതാണ് മുഹമ്മദ് നബിയുടെ മകൾ, ഇതാണ് ഫാത്തിമ. എന്നിട്ട് ചോദിച്ചു, ആ കിരീടം എന്താണെന്നറിയോ? തലയിലുള്ള കിരീടം അത് അവളുടെ വാപ്പയാണ്, ഫാത്തിമയുടെ വാപ്പയാണ്. ആ കഴുത്തിലുള്ള മാല എന്താണെന്നറിയോ? അത് അവരുടെ ഭർത്താവ് അലിയാണ്. ആ 2 കമ്മൽ എന്താണെന്നറിയോ? അത് ഹസനും ഹുസൈനുമാണ്. ഇത് കഥയാണ്. എന്നിട്ട് ആദം നബി തെറ്റ് ചെയ്തല്ലോ, ചെറിയൊരു അബദ്ധം പറ്റിയല്ലോ അദ്ദേഹത്തിന്. ആ അബദ്ധം പറ്റിയിട്ട് അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ ഈ ഫാത്തിമയുടെയും മുഹമ്മദ് നബിയുടെയും അലിയുടെയും ഹസന്റെയും ഹുസൈന്റെയും പേര് വിളിച്ച് ഇസ്തിഗാസ നടത്തിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തതെന്നും കൂടി ഈ മാലയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. മഅദല്ലാഹ്, ഇത്രയും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താ? പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഖാലാ റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ഞങ്ങൾ രക്ഷിതാവേ, ظلمنا ഞങ്ങൾ തെറ്റ് ചെയ്തിരിക്കുകയാണ്, അൻഫുസന ഞങ്ങളുടെ സ്വന്തത്തോട്, وإن لم تغفر لنا നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, وترحمنا നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, لنكونن من الخاسرين ഞങ്ങൾ അങ്ങേയറ്റത്തെ നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ എന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും പ്രാർത്ഥിക്കുകയാണെന്ന് പരിശുദ്ധ ഖുർആൻ. മാല പറയുകയാണ്, ഫാത്തിമ ബീവിയെയും അലിയെയും ഹസനെയും ഹുസൈനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിളിച്ചിട്ട് ഇസ്തിഗാസ നടത്തിയത് കൊണ്ടാണ് അള്ളാഹു പുറത്തു കൊടുത്തത് എന്ന് മാല മൗലിദ് പറയുകയാണ്. ഫാത്തിമ മാല പറയുകയാണ്, മൗലിദ് പറയുകയാണ്. ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അവിടെയും അവസാനിച്ചില്ല പ്രിയപ്പെട്ടവരെ. ഈ മൗലിദുകളുടെ ഒരു സ്വഭാവമാണ് ഒരടിസ്ഥാനവും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടുക. ഈ മാലകളുടെ സ്വഭാവം എന്താ അറിയോ? ആരെ കുറിച്ചാണോ മാല പാടുന്നത്, മൗലിദ് പാടുന്നത്, അയാളെ ആരെ ഇകഴ്ത്തിയിട്ടാണെങ്കിൽ അയാളെ പൊക്കും. അത് ഇതിന്റെ ഒരു സ്വഭാവമാണ്. ആരെ ഇകഴ്ത്തിയിട്ടാണെങ്കിലും അയാളെ അങ്ങോട്ട് ആകാശത്ത് അട്ടത്ത് കയറ്റി ഇരുത്താന്നുള്ളത് ഇതിന്റെ ഒരു സ്വഭാവമാണ്. സിദ്ദീഖ് മാലയുണ്ട്, അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് പറയുന്ന ഒരു മാല. അപ്പോ റസൂലിന്റെ കാലത്ത് ഒരു പെമ്പർനോത്ത് ഒരു സ്വപ്നം കണ്ടു. അത് അവർ മുസ്ലിമാണോ കാഫിറാണെന്നൊന്നും അതിൽ പറയുന്നില്ല. ഒരു പെണ്ണ്, ഒരു സ്ത്രീ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ താബീർ അറിയാൻ വേണ്ടി, താബീർ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടിയിട്ട് റസൂൽ സിദ്ദീഖ് മാലയിൽ പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഇവിടെ സ്റ്റാർ ആരായിരിക്കും, നായകൻ ആരായിരിക്കും? അബൂബക്കർ സിദ്ദീഖ് ആയിരിക്കും. അവിടെ വേറെ ആരും പരിഗണനയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഈ സ്ത്രീ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, ഞാൻ ഇന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്, അപ്പൊ എന്താണ് ഈ സ്വപ്നത്തിന് വ്യാഖ്യാനം എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറയാണ്, നിന്റെ ഭർത്താവിന് തിരിച്ചു വരൂല. ആകെ സങ്കടമായി, കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി വീട്ടിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു പോകുമ്പോ അബൂബക്കർ സിദ്ദീഖിന്റെ എതിരെ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഈ സ്ത്രീ കരയുന്നത് കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, അല്ല പെണ്ണ്, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു, അതിന്റെ താബീർ അറിയാൻ വേണ്ടിയിട്ട് റസൂലിന്റെ അടുത്തേക്ക് പോയി. റസൂൽ പറഞ്ഞു, നിന്റെ ഭർത്താവിന് ഒരിക്കലും തിരിച്ചു വരൂല. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, പേടിക്കണ്ട, തിരിച്ചു വരും.
ഈ പേടിക്കണ്ട, തിരിച്ചു വരും. ഈ പെണ്ണിന് ആകെ കൺഫ്യൂഷനായി. പടച്ചോനെ, റസൂല് പറയണത് തിരിച്ചു വരൂല, അബൂബക്കർ സിദ്ദീഖ് പറയണത് തിരിച്ചു വരും. ഇപ്പൊ ഞാൻ ഏതാണ് വിശ്വസിക്കുക, ഏതാണ് ഞാൻ എടുക്കുക? അങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പോയി. കുറച്ചു നേരം അങ്ങോട്ട് കഴിയുമ്പോൾ വാതിൽ കുട്ടണേ. തുറന്നു നോക്കിയപ്പോ ഇവരുടെ ഭർത്താവ് വന്നിട്ടുണ്ട്. അപ്പോ ഇവരാകെ ആശയക്കുഴപ്പത്തിൽ. അപ്പൊ റസൂലിനേക്കാൾ വലിയ ആളാണോ അബൂബക്കർ സിദ്ദീഖ്? അങ്ങനെ ഇവര് വേറെ റസൂലിന്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, റസൂൽ അങ്ങല്ല പറഞ്ഞു, എന്റെ ഭർത്താവ് തിരിച്ചു വരൂല. അബൂബക്കർ സിദ്ദീഖ് തിരിച്ചു വരുന്നും പറഞ്ഞു. എന്റെ ഭർത്താവ് ഇതാ ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. ആ റസൂലിനും ആശയക്കുഴപ്പത്തിലായി. റസൂലിന് എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പോഴാണ് ജിബ്രീൽ വരുന്നത്. ജിബ്രീൽ വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂൽ അങ്ങ് പറഞ്ഞതാണ് ശരി, അങ്ങ് പറഞ്ഞതാണ് സത്യം. അപ്പൊ റസൂൽ ചോദിച്ചു, ഞാൻ പറഞ്ഞാണ് സത്യം എന്നുണ്ടെങ്കിൽ പിന്നെ ഭർത്താവ് തിരിച്ചു വരില്ലല്ലോ. അതല്ല, അങ്ങ് പറഞ്ഞതാണ് സത്യം. പക്ഷേ അബൂബക്കർ സിദ്ദീഖാണല്ലോ, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്ത് ചെയ്യാൻ പാടില്ല, തെറ്റാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹ് എന്ത് ചെയ്താണ്, ഖളാ തിരുത്തിയതാണ്. എന്നിട്ട് വരൂലാന്ന് വിധിച്ച ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവന്നതാണ്. ഇതൊക്കെ ഈ ഇമാതിരി കഥകൾ പ്രിയപ്പെട്ടവരെ ഈ മൗലിദുകളിലും മാലകളിലും അല്ലാതെ ദുനിയാവിൽ വേറൊരിടത്ത് കാണാൻ പറ്റൂല. ഇനി പിന്നെ മുഹീദ്ദീൻ മൗലൂദിലേക്ക് വന്നാലോ, മുഹീദ്ദീമാലയിലേക്ക് വന്നാലോ, അവിടെയുള്ള കഥകളൊന്നും പറഞ്ഞു തീർക്കാൻ നമുക്ക് സമയം തന്നെ ഇല്ല. അവിടെയുള്ള കഥകൾ എന്തൊക്കെയാണ്? ഒരിക്കല് മുഹീദ്ദീൻ ശൈഖിനെ ഇങ്ങനെ ഗർഭം ധരിച്ച സമയത്ത് മുഹീദ്ദീൻ ശൈഖിന്റെ ഉമ്മാക്ക് വത്തക്ക തന്നാ ഭയങ്കര പൂതി. വത്തക്ക അല്ല നിങ്ങളെ നാട്ടിൽ പറയാ, വത്തക്ക തന്നാ ഭയങ്കര പൂതി, വത്തക്ക ഒന്ന് തിന്നണം. അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു. അപ്പൊ വത്തക്ക ഒന്ന് നാട്ടിൽ കിട്ടാനില്ലാത്ത സാധനമാണ്. ഇങ്ങനെ തെരഞ്ഞു ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് 2 വത്തക്ക കിട്ടി. 2 വത്തക്ക ആയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു വരുമ്പോ ഒരു ഫക്കീർ, ആ ഫക്കീർ വന്നിട്ട് ചോദിച്ചു, എനിക്ക് ഒരു വത്തക്ക തരുമോ? എന്റെ ഭാര്യ ഗർഭിണിയാണ്, ഓള് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോവാൻ. പറഞ്ഞു 2 ഉണ്ടല്ലോ, ഒന്നല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, ഒന്ന് എനിക്ക് തന്നോടെ? ഒന്ന് പോലും തരാൻ പറ്റില്ല, എനിക്ക് എന്തായാലും എന്റെ ഭാര്യക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഈ 2 വത്തക്കയായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഒരു വലിയ സിംഹം ഈ മൊയ്തീൻ ശൈഖിന്റെ പിതാവിന്റെ മുന്നിലേക്ക് ചാടി വീണു എന്നാണ്. ചാടി വീണപ്പോ ഈ ഫക്കീർ വേഗം വന്നിട്ട് ഒരു കല്ലെടുത്തിട്ട് ആ സിംഹത്തിന് എറിഞ്ഞു. ചെറിയ കല്ലെടുത്തിട്ട് ആ സിംഹം ചത്തു. എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്, സിംഹം ചത്തു. അങ്ങനെ ഇദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തി. ആ വത്തക്ക പിന്നെ ഭാര്യ തിന്നു. പ്രസവം കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞിട്ട് ഈ മൊയ്തീൻ ശൈഖിന്റെ പിതാവ് ഈ കുട്ടിയെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ താലോലിക്കുമ്പോ മൊയ്തീൻ ശൈഖ് താടിക്കൊരു പിടുത്തം. എന്നിട്ട് ഇപ്പോഴത്തെ താരാട്ട് പാടല്ലേ, ഇപ്പോഴത്തെ താലോലിക്കല്ലേ, ഞാൻ അന്ന് അവിടുന്ന് വത്തക്കൊക്കെ ചോദിച്ചപ്പോ എനിക്ക് തന്നിട്ടില്ലല്ലോ. അപ്പൊ ഉമ്മാന്റെ വയറ്റിന്ന് ഇറങ്ങിയിട്ടേ വാപ്പ വത്തക്ക വാങ്ങിക്കാൻ പോകുമ്പോ പിന്നാലെ പോയിട്ട് ഫക്കീറിന്റെ വേഷത്തിൽ എന്നിട്ട് വാപ്പാനെ പറ്റിച്ചിക്ക. ഇത് മാലയിലുള്ളതാണ്. ഇങ്ങനെയുള്ള കഥകൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതൊക്കെ പറഞ്ഞതിനാണെന്നറിയോ? ദയവ് ചെയ്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇതാണ് നിങ്ങൾ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതാണ് നിങ്ങൾ വലിയ പോരിശയോടെ വലിയ ഭക്തിയോടെ നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചൊല്ലിയാലാണ് സകല ബലാവും മുസീബത്തുകളും മാറും നിങ്ങൾ പറയുന്നത്. ഈ പൊട്ടപ്പോയത്തെ കഥകൾ, ഇതൊക്കെ വലിച്ചെറിയേണ്ട സമയം എന്നോ അതിക്രമിച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. അതിനൊന്നും വേണ്ട, അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് പഠിക്കണം. ഈ മാലകളുടെ ഈ മൗലിദുകളുടെ അർത്ഥം നിങ്ങളൊന്ന് പഠിക്കണം. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇതിന്റെ അപകടം എവിടെയാണ്? അള്ളാഹുവിനെ വില കുറച്ച് കാണിക്കുന്ന കഥകൾ വരെ ഇത്തരത്തിലുള്ള മാലമൗലിദുകളുണ്ട്. അള്ളാഹുവിനെ വില കുറച്ച് കാണിക്കുന്ന കഥകൾ നിങ്ങൾക്കറിയോ? അബൂബക്കർ സിദ്ദീഖിന്റെ മാല പറയുന്ന ഒരു കഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എന്ന് പറയാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്ര കളിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുള്ളൂ, മുഹമ്മദ് റസൂൽ എന്ന് പറയൂല. അവസാനം ഗത്യന്തരം ഇല്ലാതെ പടച്ചോൻ അബൂബക്കർ സിദ്ദീഖിന്റെ റൂഹിനെ വിളിച്ചു എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പരാതി പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ്, ഈ ജിബ്രീൽ ഞാൻ പറഞ്ഞിട്ടൊന്നും മുഹമ്മദ് റസൂൽ എന്ന് പറയുന്നില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖിന്റെ റൂഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ റൂഹ് ഇങ്ങനെ രൂക്ഷമായിട്ടൊരു നോട്ടം ജിബ്രീലിനെ നോക്കിയെന്നാണ്. ആ നോട്ടത്തിന്റെ അർത്ഥം, ജിബ്രീൽ നീ പറയുന്നോ അതെല്ലാം ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ? അടുത്ത നിമിഷം ജിബ്രീൽ മുഹമ്മദ് റസൂൽ പറഞ്ഞിട്ട് അവിടുന്ന് തടിയെടുത്തു എന്നാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എന്താണ്? അല്ലാഹുവിന്റെ ഒരു കൽപ്പനയും ധിക്കരിക്കാൻ മലക്കുകൾക്ക് സാധ്യമല്ല എന്ന പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനപരമായ ആശയത്തെ കൊഞ്ഞനം കുത്തുന്ന ഇത്തരത്തിലുള്ള കഥകൾ,
ഇതെല്ലാം തനിച്ച കുഫറാണ് പ്രിയപ്പെട്ടവരെ, തനിച്ച കുഫറാണ്. അള്ളാഹുവിന്റെ ആയത്തുകളെ കളിയാക്കലാണ്. റബ്ബിന്റെ പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെ പാഠങ്ങളെയും അധ്യാപനങ്ങളെയും കളിയാക്കലാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള മാലമൗലിദുകൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കട്ടെ. അവയെല്ലാം ഒരിക്കലും രക്ഷ. നിങ്ങൾ അറിയുക, ഈ മാലമൗലിദുകളിലൂടെ, ഇത്തരത്തിലുള്ള പൊട്ടക്കഥകളിലൂടെ ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളെ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മസ്തിഷ്കം പണയപ്പെടുത്തിയ, ചിന്തിക്കാൻ ശേഷിയില്ലാത്ത, ആലോചനാ ശേഷിയില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു ജനവിഭാഗമായി പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ എന്നും തളച്ചിടപ്പെട്ട് എന്തും പറഞ്ഞാൽ മനസ്സാ വാചാ കർമ്മണ സ്വീകരിക്കുന്ന ഒരു ജനവിഭാഗത്തെ പടച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള മാലമൗലിദുകൾ ഉപകരിക്കുക എന്ന് നിങ്ങൾ അറിയണം. ഇത്തരത്തിലുള്ള മാലമൗലിദുകളിലൂടെ ഉരുക്കിയെടുത്ത ജനങ്ങളിലാണ് പല കഥകളിലും നാം കേട്ടുവരുന്നത്. കേരളക്കരയിലുണ്ടായ ചില സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഭർത്താവ് മരിച്ചിട്ട് ഖബറടക്കാതെ, സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് ഖബറടക്കാതെ 3 മാസം വീട്ടിന്റെ ഉള്ളിൽ ഒരു മുറിയിൽ സൂക്ഷിച്ചിട്ട് ആ മൃതദേഹം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. അയൽവാസികൾ അന്വേഷിച്ചപ്പോ ആ ഭർത്താവിന്റെ മരണം നടന്നിട്ട് 3 മാസമായി. പോലീസുകാരെ വന്നിട്ട് ചോദിച്ചു, എന്താ സംഭവം? അപ്പൊ പറഞ്ഞു കൊടുക്കാണ്, ഈ ഭർത്താവ് മരിച്ചിട്ടില്ല, ഇനിയും ജീവിക്കുന്ന ഒരു തങ്ങള് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എഴുന്നേറ്റു വരാൻ ഇങ്ങനെ കാത്തുക്കാണ്. ജീർണിക്കാൻ തുടങ്ങി, വയറൊക്കെ വീർത്ത് പൊട്ടി. എന്നിട്ടാണ് ആ ഭർത്താവ് എഴുന്നേറ്റ് വരുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. മകളെ പ്രസവിച്ചിട്ട്, കുഞ്ഞിനെ പ്രസവിച്ചിട്ട് മുലപ്പാല് നൽകാതെ, സാധാരണ കുട്ടികളെ പ്രസവിച്ച ഉടൻ പാല് നൽകണം, മുലപ്പാല് നൽകണം. മുലപ്പാല് നൽകാതെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ അധികൃതർ ഇടപെട്ട് പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് ബലപ്രകാരം മുലപ്പാല് കൊടുപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ കാരണം ചോദിച്ചപ്പോ ഒരു തങ്ങൾ പറഞ്ഞു കൊടുത്തത്രേ, ഇത് പ്രസവിച്ചു കഴിഞ്ഞാൽ 5 വക്ത് ബാങ്ക് കൊടുക്കുന്നവരെ പാല് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ആ പാവം ചോര പൈതെല്ലാം മണിക്കൂറുകളോളം പട്ടിണി കിട്ടു. ഇതൊക്കെ ഇത്തരത്തിലുള്ള കഥകളിലൂടെ പാകപ്പെടുത്തിയെടുക്കപ്പെടുന്ന ഹൃദയങ്ങളാണ് പ്രിയപ്പെട്ടവരെ. സ്വന്തം മകനെ കാലേ വാരിയെടുത്ത് മതിലടിച്ച് അടിച്ചു കൊന്ന സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചോദിച്ചപ്പോ, പ്രശ്നം വെച്ച് നോക്കിയപ്പോ, എന്റെ ദൗർഭാഗ്യത്തിനും എന്റെ പ്രശ്നത്തിനും മുഴുവനും കാരണം ഈ മകനാണ്, അതുകൊണ്ടാണ് 3 വയസ്സുള്ള മകനെ കാലേ വാരി മതിലടിച്ച് ഞാൻ കൊന്നത് എന്ന് നിയമപാലകരുടെ മുന്നിൽ ഉളുപ്പില്ലാതെ പറഞ്ഞ പിതാക്കൾ ജീവിക്കുന്ന കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ ഇത്. സ്വന്തം മകളെ, 2 വയസ്സുള്ള മകളെ കഴുത്തറുത്ത് വീടിന്റെ ഒരു മൂലയിലിട്ട് പിടഞ്ഞ പൈതൽ മരിക്കുമ്പോ പോലീസുകാരെ വന്ന് ചോദ്യം ചെയ്തപ്പോ, ആ മകളെ ബലി കഴിച്ചാൽ ഈ വീടിന്റെ അകത്തൊരു നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ആ നിധി കിട്ടണമെങ്കിൽ അവളെ ബലി കഴിക്കണമെന്ന് ഒരു സിദ്ധം പറഞ്ഞപ്പോ അത് സ്വീകരിച്ചിട്ട് സ്വന്തം മകളുടെ കഴുത്തിന് കത്തിവെക്കാൻ തയ്യാറായ ഉപ്പമാരും ഉമ്മമാരും അമ്മമാരും അച്ഛന്മാരും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സർവ്വതരത്തിലും ചൂഷണം ചെയ്യാൻ അവസരം കാത്തു നിൽക്കുന്ന പുരോഹിത വർഗങ്ങളുടെ കടികക്കണ്ണുകൾ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ രീതിയിലാണ് ചൂഷണങ്ങൾ? നാട്ടിലൊരു ഉത്സവം നടക്കാറുണ്ട്, ഒരു ഉറൂസ്. ആ ഉറൂസില് കൈയിന് അസുഖമുള്ള ആള് കയ്യപ്പം കൊണ്ടുകൊടുക്കുക, കാലിന് അസുഖമുള്ള ആള് കാലപ്പം കൊണ്ടുകൊടുക്കുക, തലക്ക് അസുഖമുള്ള ആള് തലയപ്പം കൊണ്ടുകൊടുക്കുക, ഉടലിന് അസുഖമുള്ള ആള് ഉടലപ്പം, വയറിന് അസുഖമുള്ള ആള് വയറപ്പം. അത് ചോദിച്ചു, അപ്പൊ എയ്ഡ്സ് ഉള്ള ആൾ എന്തപ്പ കൊണ്ടുകൊടുക്കുക? ബ്ലഡ് ക്യാൻസർ വന്ന എന്തപ്പ കൊണ്ടുകൊടുക്കുക? ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യനെ പറ്റിക്കാൻ ഏതൊക്കെ എന്റെ നാട്ടിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു ജാറം 3 പെറ്റുമ്മ ഉറൂസ്, 3 പെറ്റുമ്മ മക്കാം. അവിടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾക്കുള്ള കുട്ടിക്കുപ്പായവും എല്ലാം. ഇപ്പൊ അത് മാറ്റിട്ടോ. അത് ഒരുവട്ടം നമ്മൾ ചില ആളുകൾ എടുത്തിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചർച്ചകളൊക്കെ വന്നിരുന്നു. അതുകൊണ്ടാണോ എന്തോ എന്നറിയില്ല, ഇപ്പൊ ആ ബോർഡ് അവിടെ ഇല്ല. ഇതെന്താ സംഭവം? ഈ 3 പെറ്റുവിന്റെ പ്രത്യേകത എന്താ അറിയോ? 3 മക്കളെ പ്രസവിച്ചു എന്നുള്ളതാണ്. അപ്പൊ പൂച്ചകളൊക്കെ എത്ര വലിയ ബീവിമാരാണ്, 4ഉം 5ഉം 6 ഒരുമിച്ച് പ്രസവിക്കണം. ഈ പല ജാറങ്ങളിലും വളവട്ടണം പാലം കഴിഞ്ഞാൽ ഒരു കുറച്ച് മീറ്ററുകൾ മുന്നോട്ട് പോകുമ്പോൾ വലതുഭാഗത്തൊരു മക്കാമും കാണാൻ കഴിയും. അതിന്റെ ആദ്യത്തെ സ്ഥലം റോഡായിരുന്നു. ആ കബറിന്റെ മേലോട്ടാണ് ഇപ്പൊ വാഹനങ്ങൾ പോകുന്നത്. അപ്പൊ റോഡ് ടാർ ചെയ്തപ്പോ അഡ്ജസ്റ്റ് ചെയ്തിട്ടപ്പോ കുറച്ച് അങ്ങോട്ട്, അവിടെ ഇതൊന്നും അറിയാത്ത ആളുകൾ ഗൾഫിൽ പോകുമ്പോൾ അവിടെ ഒന്ന് പൈസ കെട്ടിട്ട് ഇങ്ങനെ ദ്വാരക്കാണ്. ഇവിടെ ഈ 3 പെറ്റുമ്മ മക്കാവിൽ നടക്കുന്ന സംഭവം എന്താണ്? കുട്ടിക്കുപ്പായം പുറത്തുനിന്ന് വാങ്ങിക്കുക, എന്നിട്ട് ഉള്ളിൽ കൊണ്ടുപോയി കാണിക്ക വെക്കുക, എന്നിട്ട് ദുആ ചെയ്യുക. 3 പെറ്റുമ്മ പ്രയാസമാണ്, പ്രശ്നമാണ്, മക്കളില്ല കുറെ നാളായിട്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് മക്കളെ ശരിയാക്കി തരണം എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പൊ എന്നിട്ട് കുറച്ച് അവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, വണ്ടിയൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ പിറകിലൂടെ ആള് വന്നിട്ട് ആ കുപ്പായം എടുത്തിട്ട് വീണ്ടും കൗണ്ടറിൽ ഒരു കുപ്പായം 20 തൊട്ടോ 25 തൊട്ടോ വിൽക്കുക. വേറെ ഏത് കച്ചവടത്തിലാണ് ഇത് പറ്റുക? ഈ അടുത്ത കാലത്ത് കേട്ടൊരു സംഗതിയുണ്ട്. ഈ
അവിടെ ഒരു ഉറൂസ് നടക്കാറുണ്ട് 3 ദിവസം. എല്ലാ പ്രാവശ്യവും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഉറൂസ് നടക്കുക. അങ്ങനെ ഉറൂസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ 3 പറ്റും മക്കളെയും കൂട്ടിയിട്ട് പോവുത്രേ. അപ്പം പിന്നെ പാപ്പിനിശ്ശേരി ഖബർസ്ഥാനിൽ നിന്ന് കുറച്ചപ്പുറത്തുള്ള വേറെ എവിടേക്കാണ് പോവുക. അപ്പൊ അത് കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. പോവും. അമ്മാതിരി ഒച്ചപ്പാടാണ് അവിടെ ഈ 3 ദിവസം. ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് എണീറ്റ് പോകാൻ പറ്റുമെങ്കിൽ പോവും. അമ്മാതിരി ഒച്ചപ്പാടും. ഖബറിൽ പോലും മനുഷ്യന്മാർ കിടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ആ പോന്ന ഈ 3 പറ്റും ഈ 3 മക്കളും ഇങ്ങനെ 3 മക്കളുടെ കൈയൊക്കെ പിടിച്ച് പോകുന്നത് ആളുകൾ കണ്ടിട്ടുണ്ട് അത്രേ. ഇതൊക്കെ കാണുന്നവർ വല്ല സൈക്യാട്രിസ്റ്റിനെയും കണ്ടിട്ട് ചികിത്സ നടത്തണം എന്നല്ലാതെ പ്രിയപ്പെട്ടവർ ഇതൊന്നും പൊതുസമൂഹത്തിൽ ഇറങ്ങി പറയേണ്ടതല്ലല്ലോ. ദീനിനെ അങ്ങോട്ട് വികലമാക്കുക, ഒന്നും അല്ലാത്ത കോലത്തിലാക്കുക. എന്നിട്ട് കുറച്ച് മസ്തിഷ്കങ്ങൾ ഇവിടെ പടക്കുക. എന്താണ് ആ മസ്തിഷ്കങ്ങളുടെ പ്രത്യേകത? എന്ത് പറഞ്ഞാലും മുണങ്ങിക്കോളും, എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും. അള്ളാഹു 1400 ഗ്രാം തൂക്കുള്ള തലച്ചോറ് നമുക്ക് തന്നെന്തിനാണെന്നറിയോ? സത്യവും അസത്യവും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ തലച്ചോറ് പ്രിയപ്പെട്ടവരെ പുരോഹിതന്മാരുടെ ആലയിൽ കൊണ്ടുപോയി പണയം വെച്ചാൽ പിന്നെ ഇത്തരത്തിലുള്ള ഉറൂസുകൾക്കും ഇത്തരത്തിലുള്ള കഥകൾക്കും മാലക്കഥകൾക്കും ഒന്നും യാതൊരു പഞ്ഞവും ഉണ്ടാവില്ല എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് എന്താണ് ബിദ്അത്ത്? ഈ പറഞ്ഞതൊന്നും ദീനല്ല. ഈ മാല മൗലിദികളോ പാളക്കിതാബുകളോ ഈ പറഞ്ഞ പൊട്ടക്കഥകളോ ഈ പറഞ്ഞ ജാറത്തിലുള്ള സംഭവ വികാസങ്ങളോ ഒന്നും എന്തല്ല, ഒരിക്കലും ദീനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നിർഭയത്വത്തിന്റെ ദീനാണ്, യുക്തിഭദ്രമായ ദീനാണ്, ദിശാബോധമുള്ള യാഥാർത്ഥ്യവുമായി ബന്ധമുള്ള ദീനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ആഗ്രഹവും ആശയും പേടിയും പ്രതീക്ഷയും ഭയവുമെല്ലാം ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ, റബ്ബിൽ മാത്രമേ പാടുള്ളൂ. എന്ത് അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ കർമ്മങ്ങൾ അതുപോലെ 1400 വർഷങ്ങൾ പിറകിലേക്ക് പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ചെന്ന് ആ കർമ്മം തെറ്റണം. എങ്കിൽ മാത്രമേ അത് ഹസനാത്താവുകയുള്ളൂ, നന്മയാവുകയുള്ളൂ. അതല്ലാത്തതെല്ലാം ബാത്തിലാണെന്ന് മനസ്സിലാക്കുക, ബിദ്അത്താണെന്ന് മനസ്സിലാക്കുക. ബിദ്അത്ത് മുഴുവൻ ദലാലത്താണെന്ന് മനസ്സിലാക്കുക, ദലാലത്ത് മുഴുവൻ നരകത്തിലുമാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിന്റെ അഹ്ലുകാരായി യഥാർത്ഥ ഇസ്ലാമിന്റെ പ്രതീകങ്ങളായി ഇവിടെ ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാദാ ഫിത്നയുടെ ഈ കാലഘട്ടത്തിൽ, ചൂഷണത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ദീൻ എന്താണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും തിരു ഹദീസിലൂടെയും പഠിച്ച് മനസ്സിലാക്കുന്ന ഭാഗ്യവാന്മാരുടെ ഘട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. നാദാ ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹുവേ. ഈ പരിപാടിക്ക് വേണ്ടി പ്രത്യേകമായി സഹായിച്ച ആ സഹോദരൻ, അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ട്, ആ അസുഖം എത്രയും പെട്ടെന്ന് നീ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പൂർണ്ണ ആരോഗ്യത്തോടെ വീണ്ടും സജീവമായി ഈ പ്രവർത്തനത്തിന്റെ വേളയിൽ പ്രവർത്തിക്കാൻ, ഈ സംരംഭങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് നീ തൗഫീഖ് നൽകണേ അല്ലാ. അദ്ദേഹം ചെയ്ത ഈ കർമ്മം സാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് അദ്ദേഹത്തെയും കുടുംബത്തെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ അണച്ചു ചേർക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും ഇതുപോലെ നിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ, അവിടുത്തെ താഴ്വരകളിലും പൂന്തോട്ടങ്ങളിലും ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. മരിക്കുന്നത് വരെ വഹ്ദാനിയത്തിന്റെ കലിമത്തിന്റെ വക്താക്കളായ മുവഹിദകളാക്കി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ. മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم إنا نعوذ بك من البرص والجنون والجذام من سيء الأسقام. اللهم أجرنا في مصيبتنا واخلف لنا خيرا منها. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله عليه وعلى آله وصحبه وسلم. سبحان الله وبحمده. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. هذا والله أعلم والسلام عليكم ورحمة الله.